أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين أخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله ولولا دفع الله الناس بعضهم ببعض لقدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولينصرن الله من ينصره إن الله لقوي عزيز. صدق الله العظيم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം വിഭാവന ചെയ്യുന്നൊരു സമൂഹം എന്ന് പറയുന്നത് ക്ഷേമം നിലനിൽക്കുന്ന, നിർഭയത്വം പുലരുന്ന ഒരു സാമൂഹ്യ ക്രമമാണ്. പ്രവാചകന്മാരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സമാധാനവും നിർഭയത്വവുമുള്ള ഒരു സാമൂഹ്യ സൃഷ്ടിക്കു വേണ്ടിയാണ് പ്രവാചകന്മാർ പണിയെടുത്തത് എന്നുള്ളതാണ്. പരീക്ഷണങ്ങൾ ഏറെ നിറഞ്ഞ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരീക്ഷിക്കപ്പെട്ട തൻ്റെ അനുചരന്മാർ പരാതിയോ അല്ലെങ്കിൽ പരിഭവമോ എന്ന് തോന്നുന്ന സ്വഭാവത്തിൽ പ്രവാചകനെ സമീപിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരോട് പറഞ്ഞതും നിർഭയത്വം പുലരുന്ന ഒരു മക്കയെക്കുറിച്ചുള്ള സുന്ദരമായ ആശയവും സ്വപ്നവുമാണ്. വല്ലാഹി ലയുത്തിമ്മന്ന അല്ലാഹു ഹദൽ അംർ ഹത്താ യസീറ റാകിബു മിൻ സനാ ഇലാ ഹദറമൗത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഒരു പെൺകുട്ടിക്ക് നിർഭയമായി സ്വന്ന മുതൽ ഹദറമൗത്ത് വരെ നടന്നു പോകാൻ കഴിയുന്ന, ചെന്നായെക്കുറിച്ച് ആട്ടിൻ പറ്റത്തിന് ഭയപ്പെടേണ്ടി വരുമെന്നല്ലാതെ മറ്റാരെയും ഭയപ്പെടാനില്ലാത്ത ഒരു സാമൂഹ്യ കർമ്മത്തെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനതയോട് പറഞ്ഞത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ചും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഭവനം, തൗഹീദിൻ്റെ ആദ്യത്തെ ഭവനം പണിതുയർത്തുന്ന ഘട്ടത്തിലും അവരുടെ പ്രാർത്ഥനയും സമാനമായ സ്വഭാവത്തിലുള്ള പ്രാർത്ഥനയാണ്. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഖാല വമൻ കഫറ ഫഉമത്തിഹു ഖലീലൻ സുമ്മ ദുർറുഹു ഇലാ അദാബിൻ നാരി വബിഇസൽ മസീർ. അവർ അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്, നാഥ, ഈ ഗ്രാമത്തെ, ഈ പ്രദേശത്തെ നീ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണേ എന്നുള്ളതാണ്. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത് മൻ ആമന മിൻഹും, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവരായി ജനതയ്ക്ക് നീ എല്ലാവിധ പഴവർഗ്ഗങ്ങളും നൽകണേ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുത്തിയിട്ട് പറഞ്ഞു, അല്ല, ഈ ഐച്ഛികമായ അല്ലെങ്കിൽ അനശ്വരമായ ഈ ലോകത്തുള്ള വിഭവങ്ങൾ നൽകുന്നിടത്ത് വിശ്വാസിയും അവിശ്വാസിയും വ്യത്യാസമില്ല, എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നൽകും എന്ന് വിശുദ്ധ ഖുർആൻ തിരുത്തുന്നുണ്ട്. വമൻ കഫറ ഫഉമത്തിഹു ഖലീലൻ, അവരുടെ പരിണിതി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലാണുള്ളത്, പക്ഷേ ഇഹലോക ജീവിതത്തിൽ അവർക്കിത് നൽകും എന്ന് അള്ളാഹു മറുപടി നൽകുന്നുണ്ട്. ഇവിടെയും നമ്മൾ കാണുന്നത് നിർഭയത്വമുള്ള, അതുപോലെ തന്നെ അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ ക്രമം പുലരുക എന്നതാണ് ഇസ്ലാമിൻ്റെ താല്പര്യം എന്ന. വൈദ ജഅലൽ ബൈത മസാബത്തൽ ലിന്നാസി വ അംന, വിശുദ്ധ ഭവനത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറഞ്ഞത് മസാബത്താണ്, അംനാണ്. ഈ ജനസമൂഹത്തിനുള്ള അഭയകേന്ദ്രമാണ്, നിർഭയ കേന്ദ്രമാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ ഇതെല്ലാം പറയുന്നത് മനുഷ്യ സാമൂഹ്യ ജീവിതത്തിനകത്ത് നിർഭയത്വം അതുപോലെ തന്നെ നീതിയും ഒക്കെ നിരാകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നീതി നിരാകരിക്കപ്പെടുന്നിടത്ത്, നിർഭയത്വം ഒരു ജനതയ്ക്ക് നിഷേധിക്കപ്പെടുന്നിടത്ത്
അടിസ്ഥാനമായി വർത്തിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകാം. പണം കൊണ്ട്, അതുപോലെ തന്നെ അധികാരം കൊണ്ട്, വംശം കൊണ്ട്, ദേശം കൊണ്ട്, ആധുനിക സങ്കേതങ്ങൾക്ക് മേലുള്ള ആധിപത്യം കൊണ്ട്, തങ്ങളുടെ കയ്യിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ കൊണ്ട്, സംരംഭങ്ങൾ കൊണ്ടെല്ലാം അപരരുടെ അല്ലെങ്കിൽ അപരൻ്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന മനോഭാവം മനുഷ്യർക്കുണ്ടാകാവുന്നതാണ്. ഇത് വ്യക്തികളിൽ നമുക്ക് കാണാവുന്നതാണ്, സമൂഹങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്, രാജ്യങ്ങൾക്ക് ഈ മനോഭാവം നമുക്ക് കാണാവുന്നതാണ്, ഭരണകൂടങ്ങളിലും ഈ മനോഭാവം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഇവിടെ ചരിത്രം നമ്മൾ പരതി കഴിഞ്ഞാൽ, കഴിഞ്ഞ കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞുപോയ സമൂഹത്തെ, അതുപോലെ തന്നെ നാഗരികതകളെ നമ്മൾ പഠന വിധേയമാക്കി കഴിഞ്ഞാൽ ഇത്തരം ഭൗതിക ഘടകങ്ങളൊന്നും ഒരു പരിധിക്കപ്പുറം ശാശ്വതമല്ല എന്ന ചരിത്ര വസ്തുതയും വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമ്മുടെ മുമ്പിൽ പലവരും വിശദീകരിക്കപ്പെട്ടതാണ്. പണം ശാശ്വതമല്ല, അധികാരം ശാശ്വതമല്ല, ആധുനിക സങ്കേതങ്ങളും സംവിധാനങ്ങളുമുള്ള മേൽക്കോയ്മയും ഏതെങ്കിലും ഒരു വിഭാഗത്തിന് കാലാകാലങ്ങളായി അള്ളാഹു സുബ്ഹാനഹു വ തആല ശാശ്വതമായി നൽകുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. ചരിത്രം നമ്മോട് ആ കഥ വളരെ വ്യക്തമാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭൗതികമായ സന്നാഹങ്ങളുടെയും സംവിധാനങ്ങളുടെയും അടിത്തറയിൽ രൂപപ്പെട്ടു വരുന്ന ആശയങ്ങൾക്കും അതുപോലെ തന്നെ നിലപാടുകൾക്കും ആ അർത്ഥത്തിൽ തന്നെ ഒരു പരിധിക്കപ്പുറം ആയുസ്സില്ല എന്നുള്ളതാണ് ചരിത്രം നമ്മോട് പറയുന്ന കഥ. ഇത്തരം വ്യക്തികളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, ഇത്തരം സമൂഹങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും പരിചിതമായ സൂറത്തു അലഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ 2-ാം പാദത്തിൽ ഖുർആൻ പറയുന്നുണ്ട്, കല്ല ഇന്നൽ ഇൻസാന ലയത്ഗ. യത്ഗ എന്ന് പറഞ്ഞാൽ പരിധി ലംഘിച്ച് അതിക്രമം പ്രവർത്തിക്കുന്ന ഒരു പ്രവണതക്കാണ് യത്ഗ എന്ന് പറയുന്നത്. ഖുർആനിൽ മറ്റു പലയിടത്തും അത് പറയുന്നുണ്ട്. ഇവിടെ അബൂജഹലിനാണ് ഇതിന്റെ സബബുൻ നുസൂൽ എന്ന് പറയുന്നത്. ഈ ആയത്തിറങ്ങാനുള്ള കാരണക്കാരനായത് അബൂജഹൽ അള്ളാഹുവിന്റെ പ്രവാചകന് വിശുദ്ധ ഭവനത്തിൽ നമസ്കരിക്കാനുള്ള ആരാധനാ സ്വാതന്ത്ര്യം നിരാകരിക്കപ്പെട്ട ഒരു ഘട്ടത്തെ കൂടി പരാമർശിച്ചുകൊണ്ടാണ് ഇതിറങ്ങുന്നത്. കല്ല ഇന്നൽ ഇൻസാന ലയത്ഗ, മനുഷ്യൻ അതിക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അർറആഹുസ്തഗ്ന, അവൻ പോന്നവനാണ് എന്ന് തോന്നുന്നു. ഞാൻ എല്ലാറ്റിനും പോന്നവനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ഭൗതിക ഘടകങ്ങൾ കൊണ്ടാണ് മനുഷ്യർക്ക് അങ്ങനെ തോന്നലുണ്ടാവുക. എന്നൊരു ഖുർആൻ പറയുന്നുണ്ട്, അറഅയ്തല്ലദി ഇന്ന ഇലാ റബ്ബിക റുജ്അ, അള്ളാഹുവിന്റെ അടുക്കലേക്കാണ് അവന്റെ മടക്കം. അറഅയ്തല്ലദി യൻഹാ അബ്ദൻ ഇദാ സ്വല്ല, തൻ്റെ അടിമ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നത് തടയുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്ന് ഖുർആൻ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധനാ സ്വാതന്ത്ര്യം നിരാകരിച്ച അബൂജഹലിന്റെ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്, ആരാധനാ സ്വാതന്ത്ര്യം തടയുന്നവരെ കണ്ടില്ലേ. ആ ജനതയുടെ പരിണിതിയെക്കുറിച്ച് ഈ കൊച്ചു സൂക്തത്തിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് നമുക്ക് കണ്ടെത്താവുന്നതാണ്. അപ്പോൾ വ്യക്തികളിൽ ഈ മനോഭാവം ഉണ്ടാകാം. എന്നിലും ഒരു ഹിറ്റ്ലർ ഉണ്ടാകാം, എന്നിലും ഒരു ഫറോവ ഉണ്ടാകാം, അത് സമൂഹത്തിൽ ഉണ്ടാകാം, ഭരണകൂടത്തിലും അത് ഉണ്ടാകാം എന്നതാണ് ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, പ്രവാചകൻ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, വലാ തംശി ഫിൽ അർളി മറഹ ഇന്നക ലൻ തഖ്രികൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല എന്നൊരിടത്ത് ഖുർആൻ വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നുണ്ട്, നീ ഭൂമിയിൽ അഹങ്കാരത്തോടുകൂടി നടക്കരുത്. നീ എത്ര അഹന്ത നടിച്ചാലും നിനക്ക് ആകാശത്തോളം എത്താനോ അതുപോലെ തന്നെ നിനക്ക് ഭൂമിയെ പിളർത്താനോ നിനക്ക് സാധ്യമല്ല. നീ നടന്നാലും അഹന്ത നടിച്ചാലും നീ ഭൂമിയിലൂടെ നടന്നു പോകാനേ നിനക്ക് കഴിയൂ എന്ന് ഖുർആൻ ഒരിടത്ത് പറയുന്നുണ്ട്. ഇത്തരം സമൂഹങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലതി ലൻ യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ അല്ലദീന ജാബു الصخر بالواد وفرعون ذي الاوتاد الذين طغوا في البلاد فاكثروا فيها الفساد فصب عليهم ربك صوت عذاب ان ربك لبالمرصاد. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സമൂഹത്തെ നാഗരികതകളെ കുറിച്ചാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. നിങ്ങൾ ആദ് സമൂഹത്തെ കണ്ടില്ലേ, അതായത് ഇറമ് സമൂഹം, വലിയ തൂണുകൾ ഉണ്ടായിരുന്ന ആ ജനവിഭാഗം. അതുപോലെ ഒരു ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഇതിനു മുമ്പ് സൃഷ്ടിച്ചിട്ടില്ല. അത്രമാത്രം ശക്തി വൈഭവം ഉണ്ടായിരുന്ന ഒരു ജനത. വസമൂദല്ലദീന ജാബു الصخر بالواد, താഴ്വാരങ്ങളിൽ പാറകൾ തുറന്ന സമൂദ് ഗോത്രത്തെ നിങ്ങൾ കണ്ടില്ലേ. വഫിർഔന ദിൽ ഔതാദ്, ഫറോവ ചക്രവർത്തിയെ നിങ്ങൾ കണ്ടില്ലേ, കീലങ്ങളുള്ള ആണികളുള്ള, അതിനെക്കുറിച്ച് സർവായുധ സന്നാഹങ്ങളുള്ള എന്ന് മുഫസ്സിറുകൾ അർത്ഥം നൽകുന്നുണ്ട്. അങ്ങനെയുള്ള ഫറോവ ചക്രവർത്തിയെ നിങ്ങൾ കണ്ടില്ലേ.
അല്ലദീന തഗൗ ഫിൽ ബിലാദ്. ഞാൻ നേരത്തെ പറഞ്ഞ തൊഗ എന്ന് പറയുന്ന പ്രയോഗം തന്നെയാണ് അവിടെയും ഖുർആൻ പറഞ്ഞത്. ഈ ജനതതികളെല്ലാം, ഈ സമൂഹങ്ങളെല്ലാം അല്ലദീന തഗൗ ഫിൽ അർള് അല്ലദീന തഗൗ ഫിൽ ബിലാദ്, അവർ അതത് രാജ്യത്ത് അക്രമകാരികളായി, ധിക്കാരികളായി അനുവർത്തിച്ചവരാണ്, അവർ ധിക്കാരം പ്രവർത്തിച്ചവരാണ്. ഫഅക്സറു ഫീഹൽ ഫസാദ്, അവർ ഭൂമിയിൽ കുഴപ്പം വർദ്ധിപ്പിച്ചവരാണ്. ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, ആ ജനതയ്ക്ക് മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയുടെ ചെമ്മട്ടി ചുരിയുകയുണ്ടായി. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ നാഥൻ എല്ലാ കാലഗണനയ്ക്കും അപ്പുറം, നിന്റെ നാഥൻ സമൂഹത്തിന്റെ നാഗരികതയുടെ ഉത്ഥാന പതനങ്ങൾക്കപ്പുറം നിന്റെ നാഥൻ എല്ലായിടത്തും പതിയിരിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഞാൻ ഓതി വെച്ച ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഒരു നിശ്ചിത കാലത്തിനപ്പുറം എല്ലാ കാലത്തും ഒരിക്കലും ഒരേകാധിപതിയെയും ഒരു സ്വേച്ഛാധിപതിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിൽ നിലനിർത്തി പോന്നിട്ടില്ല എന്ന്. അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്കിൻ ഇല്ലാ അയ്യഖൂലു റബ്ബുനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചിരുന്ന പ്രവാചകന്റെ അനുചരന്മാർക്ക് യുദ്ധാനുമതി കൊടുക്കുന്ന ഒരു ഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒരായത്താണ്. അതിന്റെ ഒരു അവസാന ഭാഗത്ത് ഖുർആൻ പറയുന്നുണ്ട്, വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅ്ളുഹും ബിബഅ്ലിൻ ലഖുദ്ദിമത് സവാമിഉ വബിയഉൻ വസ്സലവാതു വമസാജിദു യുദ്കറു ഫീഹി ഇസ്മുല്ലാഹി കസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അള്ളാഹു ഭൂമിയിൽ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് തടഞ്ഞു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ മഠങ്ങൾ, ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുമായിരുന്നു, പള്ളി ചർച്ചകൾ തകർക്കപ്പെടുമായിരുന്നു, സെനഗോഗുകൾ തകർക്കപ്പെടുമായിരുന്നു. അള്ളാഹുവിനെ കുറിച്ച് സ്മരിച്ചു കൊണ്ടിരിക്കുന്ന വമസാജിദു യുദ്കറു ഫീഹി ഇസ്മുല്ലാഹി കസീറ, അള്ളാഹുവിനെ കുറിച്ച് ധാരാളമായി സ്മരിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികൾ തകർക്കപ്പെടുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, വല യൻസുറന്നല്ലാഹു മൻ യൻസുറുഹു ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, അള്ളാഹുവിനെ സഹായിക്കുന്ന ഒരു ജനതയുണ്ടായാൽ ആ ജനതയെ അള്ളാഹു തിരിച്ച് സഹായിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന്. ഇത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ്. ചരിത്രത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ സുന്നത്ത് നമുക്ക് കണ്ടെത്താവുന്നതാണ്. ആ അർത്ഥത്തിൽ ഇത് നിരാകരിക്കാനാവാത്ത ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ആദ്യ സമൂഹത്തിൽ നമുക്കത് കാണാം, സമൂദ് ഗോത്രത്തിൽ നമുക്കത് കാണാം, ഫറോവയുടെ ചരിത്രത്തിൽ നമുക്കത് കാണാം, നമ്രൂദിന്റെ ചരിത്രത്തിൽ നമുക്കത് കാണാം, അബൂജഹലിൽ നമുക്കത് കാണാം. ആധുനിക കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ ഹിറ്റ്ലർ ഉൾപ്പെടെയുള്ള അധികാരത്തിന്റെ എല്ലാ ഉപാധികളും തൻ്റെ കയ്യിൽ അടക്കം വെച്ചതിന് ശേഷവും പതനത്തിലേക്ക് പലപ്പോഴും വീണുപോയ ഒരുപാട് ഏകാധിപതികളുടെ ചരിത്രം നമുക്ക് സമകാലിക ലോകത്തും കാണാം. ഇത് എല്ലാ കാലഘട്ടത്തിനും ബാധകമാണ് എന്ന ചരിത്രപാഠം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇത് നമ്മുടെ കാലഘട്ടത്തിനും ബാധകമാണ്. നമുക്കറിയാം, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാട് എന്ന് പറയുന്നത് നിർഭയത്വം നമുക്ക്, അതുപോലെ തന്നെ നീതി പരിപൂർണമായ അർത്ഥത്തിൽ ഒരു ജനതയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടല്ല. നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നിർഭയത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇന്നലെയും നുസൈറ എന്ന് പറയുന്ന ഫലസ്തീനിലെ കൊച്ചുകുട്ടികൾക്കുൾപ്പെടെ അഭയാർത്ഥികളായി താമസിച്ച 10-40 മനുഷ്യരെ ബോംബിട്ട് തകർത്ത് അവരുടെ ശരീരം ഛിന്ന ഭിന്നമായ ചിത്രം ഇന്ന് കണ്ടിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് പത്രകോളങ്ങൾ വായിച്ചത്. അത്രയേറെ മനുഷ്യ സമൂഹത്തെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അത് ശാശ്വതമാണ് എന്നല്ല, അതിനും അറുതി വരും എന്നതിന് ചരിത്രത്തിൻ്റെ മേലൊപ്പുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ചരിത്രത്തിൽ ഒരിക്കലും ഇത്തരം ഏകാധിപതികൾ അധികനാൾ വാണിട്ടില്ല എന്ന് ചരിത്രം നമുക്ക് പാഠമായി നൽകുന്നുണ്ട്. ഒക്ടോബർ 7 ശേഷമുള്ള ഗസയല്ല ഇന്നത്തെ ഗസ, ഒക്ടോബർ 7 ശേഷമുള്ള ലോകമല്ല ഇന്ന് ഗസയ്ക്കൊപ്പം നിൽക്കുന്ന ലോകം എന്നത് നമുക്ക് നൽകുന്ന വിദ്യാഭ്യാസം അതാണ്. ഇത് നമ്മുടെ രാജ്യത്തിനും ബാധകമാണ്. ഇവിടെയും അർദ്ധിതരുണ്ട്, അവരും പ്രാർത്ഥിക്കുന്നുണ്ട്, അവരും പ്രയത്നിക്കുന്നുണ്ട്. അത്തരം എല്ലാ പ്രയത്നങ്ങൾക്കും പ്രാർത്ഥനകൾക്കും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സഹായമുണ്ടാവുമെന്ന കാര്യത്തിൽ കൂടി നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ രാജ്യത്തേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം വംശീയ അജണ്ട അതിൻ്റെ എല്ലാ പൂർണ്ണതയിലും നടപ്പാക്കിക്കൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. CAA നടപ്പാക്കിയതിന് ശേഷമാണ്, യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയതിന് ശേഷമാണ്, നീണ്ട പതിറ്റാണ്ടല്ല നൂറ്റാണ്ടുകാലം മുസ്ലിം സമുദായം ആരാധിച്ച ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടയിടത്ത് കോടികൾ മുടക്കി എന്നിട്ട് രാമക്ഷേത്രം പണിത് പ്രതിഷ്ഠാദിനം ആചരിച്ച് അതിൽ രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയതിനു ശേഷമാണ്, ആവോളം വർഗീയത്തി ആളിക്കത്തിച്ചതിന് ശേഷമാണ്, ഒരു കമ്മ്യൂണിറ്റിയെ എത്രമാത്രം നിർലജ്ജമായി വംശീയമായി അധിക്ഷേപിക്കാമോ
അതിലപ്പുറം വംശീയമായി അധിക്ഷേപിച്ചതിന് ശേഷമാണ് സംവരണം അവർക്ക് നൽകില്ല, അവർ നുഴഞ്ഞുകയറ്റക്കാരാണ്, അവർ പെരുകുന്നവരാണ്, അവർ മറ്റുള്ളവരുടെ താലിമാല തട്ടിയെടുക്കുന്നവരാണ്, അവർ ഈ രാജ്യത്തിൻ്റെ ഭൂമി തട്ടിപ്പറിക്കാൻ പോകുന്നവരാണ് എന്നിടത്തിൽ നിന്ന് തുടങ്ങി ദൈവാവതാരമാണ് താനെന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഒരു ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യവും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും നമ്രൂദ് നടക്കുന്ന ഒരു തർക്കമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അലം തറ ഇലല്ലദീ ഹജ്ജ ഇബ്രാഹിമ ഫീ റബ്ബിഹി അൻ ആതാഹുല്ലാഹുൽ മുൽക ഇദ് ഖാല ഇബ്രാഹിമു റബ്ബിയല്ലദീ യുഹീ വയുമീതു ഖാല അന ഉഹീ വഉമീതു ഖാല ഇബ്രാഹിമു ഫഇന്നല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ് ഫബുഹിതല്ലദീ കഫറ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അഥവാ ഞാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ജീവിപ്പിക്കുന്നവൻ, അള്ളാഹുവാണ് മരിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞപ്പോൾ അതിനെ നിരാകരിച്ച നമ്രൂദിനെ കുറിച്ച് സുന്ദരമായി വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയിൽ 258 ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അലം തറ ഇലല്ലദീ ഹജ്ജ ഇബ്രാഹിമ, തൻ്റെ പ്രവാചകനോട് തർക്കിച്ച ഒരുത്തനെ നീ കണ്ടില്ലേ എന്നുള്ളതാണ്. സ്വയം മറന്ന അഹങ്കാരിയെക്കുറിച്ച്, സ്വയം മറന്ന അഹംഭാവിയെക്കുറിച്ച്, അധികാരത്തിൻ്റെ ഉങ്കിൽ എല്ലാം വിട്ടുമറന്നു കളഞ്ഞ ഒരു ഭരണാധികാരിയെക്കുറിച്ച്, നമ്രൂദിനെ കുറിച്ചാണ് പറയുന്നത്. തൻ്റെ പ്രവാചകനോട് ദിവ്യത്വത്തിൽ വരെ തർക്കിച്ച ഭരണാധികാരിയെ കണ്ടില്ലേ. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, ഫി റബ്ബിഹി, തൻ്റെ നാഥന്റെ കാര്യത്തിലാണ് അവൻ തർക്കിച്ചത്. എന്തുകൊണ്ട്? അൻ ആതാഹുല്ലാഹുൽ മുൽക, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല രാജാധികാരം കൊടുത്തതാണ് അതിന് നിമിത്തമായത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പറയുന്നുണ്ട്, ആര് അധികാരം കൊടുക്കണം, ആർക്ക് അധികാരം ഒഴിവാക്കണം എന്നതിൻ്റെ ആത്യന്തികമായ തീരുമാനം അള്ളാഹുവിൻ്റെതാണ്. ആ ഭാഷയിൽ തന്നെയാണ് നമ്രൂദിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവന് ഞാൻ അധികാരം കൊടുത്തു എന്ന നിമിത്തത്തിൽ നിന്നുകൊണ്ടാണ് അവൻ തൻ്റെ ദാസനോട് റബ്ബിനെ കുറിച്ച് തർക്കവിതർക്കത്തിൽ ഏർപ്പെടുന്നത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്നുണ്ട് നമ്രൂദ്, ഞാനാണ് ദൈവം, ഞാനാണ് മരിപ്പിക്കുന്നവൻ, ഞാനാണ് ജീവിപ്പിക്കുന്നവൻ. ചരിത്രത്തിൽ പലപ്പോഴും ഏകാധിപതികളെല്ലാം ഒരു ഘട്ടമെത്തുമ്പോൾ ദൈവത്തിൻ്റെ അവതാരമാവുകയോ ദൈവത്തിൻ്റെ പൊസിഷനിലേക്ക് കയറിയിരിക്കുകയോ ചെയ്ത ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അന റബ്ബുക്കുമുൽ ആല എന്ന് പറയുന്ന ഫറോവ ചക്രവർത്തിയും അന ഉഹിയോ ഉമീതു എന്ന് പറയുന്ന ഈ പറയുന്ന നമ്രൂദ് ചക്രവർത്തിയും എല്ലാം അതിൻ്റെ പുതിയ അല്ലെങ്കിൽ പഴയ അവതാരങ്ങളാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ആ ഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, എൻ്റെ നാഥൻ കിഴക്കിൽ നിന്നാണ് സൂര്യനെ ഉദിപ്പിക്കുന്നത്, പടിഞ്ഞാറിനാണ് അസ്തമിപ്പിക്കുന്നത്. താങ്കൾക്ക് കഴിയുമെങ്കിൽ അതിനെ പടിഞ്ഞാറിൽ നിന്ന് ഉദിപ്പിക്കുക, എന്നിട്ട് കിഴക്ക് അസ്തമിപ്പിക്കുക എന്ന് ആ പറയുന്ന വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉന്നയിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ദൈവാവതാരമാണ്, ഞാനാണ് ദൈവം എന്ന വാദം ഉന്നയിക്കുന്ന ആ പറയുന്ന നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരിയെ കുറിച്ചും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുന്നത് തൻ്റെ നാഥൻ അവർക്ക് നൽകിയ അധികാരത്തിൻ്റെ പിൻബലത്തിലാണ് ഇത് വാദിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ അഭിനവ ഫറോവയായി നമ്രൂദായി ദൈവികമായ പരിവേഷത്തോടു കൂടിയാണ് നമ്മുടെ രാജ്യത്തും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു ഭരണാധികാരി കാലെടുത്ത് വെച്ചത് എന്ന് നമുക്കറിയാവുന്നതാണ്. ഏറെ കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. 100 വർഷത്തെ പൂർത്തിയാകുന്നു, 100 വർഷത്തെ പ്രവർത്തനത്തിന്റെ ഫൈനൽ റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു. 2025 സമ്പൂർണ്ണ ഹിന്ദുത്വ രാഷ്ട്രം രൂപപ്പെട്ടു വരുന്നു. ഏതാണ്ട് 400 സീറ്റ് ഉള്ളം കൈയിലേക്ക് ഇതാ ലഭിക്കാൻ പോകുന്നു എന്ന അത്യാവേശത്തോടു കൂടിയാണ് അങ്ങേയറ്റം നിർലജ്ജമായ സ്വഭാവത്തിലുള്ള വംശീയമായ അധിക്ഷേപങ്ങളും വർഗീയമായി തീത്തുപ്പുന്ന ഒരുപാട് പരാമർശങ്ങളും ഭരണാധികാരികളുടെ ഭാഗത്തിൽ നിന്ന് തന്നെ നമ്മുടെ രാജ്യത്തുണ്ടാകുന്നത്. ഞാൻ പറയുന്നത് പക്ഷെ അതിനെതിരെ, അഥവാ ഇത്തരം വംശീയതയുടെ തീതുപ്പുന്ന വംശീയതക്കെതിരെ, അതുപോലെ തന്നെ രാജ്യത്തെ ജനവിഭാഗത്തെ പോളറൈസേഷനിലേക്ക് നയിക്കുന്ന വർഗീയതക്കെതിരെ ഇനിയും ഇന്ത്യയിലെ ഒരുപാട് മനസ്സുകൾ ഉറങ്ങിയിട്ടില്ല, ഉണർന്നിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഈ രാജ്യത്തെ നല്ലവരായ ഒരുപാട് മനുഷ്യർക്ക് പകർന്നു നൽകുന്ന സ്വഭാവത്തിലുള്ള ഒരു പ്രതികരണമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വരുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. അഥവാ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വെറുപ്പിൻ്റെ വ്യാപാരം അവസാനിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യരിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ഇലക്ഷനിൽ വന്ന ഒരുപാട് ഫലങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതിനെ രാഷ്ട്രീയമായി അതല്ലാത്ത സ്വഭാവത്തിൽ ഒരു കമ്മ്യൂണിറ്റി എന്ന അർത്ഥത്തിൽ നമ്മുടെ എക്സിസ്റ്റൻസുമായി വംശീയതയുമായി പല അർത്ഥത്തിലുള്ള വിശകലനത്തിന് വിധേയമാക്കേണ്ട കാര്യമാണ്. പക്ഷെ ഞാൻ ചരിത്ര വസ്തുതകളെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുക,
ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞുപോയ ഇത്തരം ധിക്കാരത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെയും നാഗരികതകളെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ പരിണിതിയെക്കുറിച്ച് വിശകലനം ചെയ്യാനും അള്ളാഹുവിനോടടുക്കാനും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും ഒരു സത്യവിശ്വാസിക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ രാജ്യത്തെ ഏതാണ്ട് 40 മുതൽ 7 പതിറ്റാണ്ട് കാലം ഈ രാജ്യത്തെ രണ്ടായി വിഭജിക്കുന്നതിനാവശ്യമായ പോളറൈസേഷന് ഉപയോഗിച്ചത് ബാബരി മസ്ജിദാണ്. എന്നിട്ട് അവിടെയാണ് യഥാർത്ഥത്തിൽ രാമക്ഷേത്രം പണിയുന്നത്. അവിടെയാണ് പ്രതിഷ്ഠാ ദിനം എന്ന് പറയുന്ന ഗംഭീരമായ രാഷ്ട്രീയ പ്രഖ്യാപന സമ്മേളനം നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ പറയുന്ന രാമക്ഷേത്രം ആ സംസ്ഥാനത്ത് പോലും ചർച്ചയായില്ല, ഇന്ത്യ രാജ്യത്ത് ചർച്ചയായില്ല എന്ന് മാത്രമല്ല, അത് നിലകൊള്ളുന്ന ഫൈസാബാദിൽ പോലും വംശീയ ശക്തികൾ തകർന്നടിയുന്ന കാഴ്ച നമുക്ക് കാണേണ്ടതായിട്ട് വന്നു. ഇവിടെ നമ്മളിത് പറയുമ്പോൾ തങ്ങൾ ലക്ഷ്യമിട്ട് പരാജയപ്പെടുത്താൻ തീരുമാനിച്ച 8-10 ആളുകൾ വിജയിച്ചു. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഏതാണ്ട് 5-8 മന്ത്രിമാർ പരാജയപ്പെട്ടു. വംശീയ ശക്തികൾക്ക് സ്വന്തമായി എന്തും ചെയ്യാവുന്ന ഒരു ഭൂരിപക്ഷം, ഞങ്ങൾ എന്തും നടപ്പാക്കുമെന്ന് പറയുന്ന ആ ഭൂരിപക്ഷം അവർക്ക് നഷ്ടപ്പെട്ടു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിൻ്റെ കുറവായിരുന്നു? ഒന്നിൻ്റെ കുറവും ഉണ്ടായിരുന്നില്ല. പണത്തിൻ്റെ കുറവുണ്ടായിരുന്നില്ല, അധികാരത്തിൻ്റെ കുറവുണ്ടായിരുന്നില്ല, സ്വാധീനത്തിൻ്റെ കുറവുണ്ടായിരുന്ന, കോർപ്പറേറ്റുകളുടെ പിൻബലം ഇല്ലാതെ പോയിട്ടില്ല. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഭൗതിക സന്നാഹങ്ങളിൽ ഇന്ത്യ രാജ്യത്ത് അവരോളം എത്താവുന്ന മീഡിയകളുടെ കുറവുണ്ടായിട്ടില്ല, സോഷ്യൽ മീഡിയയുടെ കുറവുണ്ടായിട്ടില്ല. എല്ലാ അർത്ഥത്തിലും സർവായുധ സജ്ജമായ 2019 കൂടുതൽ വംശീയതയും വർഗീയതയും ആളിക്കത്തിച്ച സാമൂഹ്യ അന്തരീക്ഷം അവരുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഫലം ചെയ്തില്ല എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക, അത് ചരിത്രത്തിന്റെ തുടർച്ചയാണ് എന്ന ചരിത്ര വിദ്യാഭ്യാസം നമുക്കുണ്ടാകണം എന്നാണ് ഞാൻ പറയുക. ഒരു കാലഘട്ടത്തിലും ആ അർത്ഥത്തിൽ അതതിന്റെ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വൈദാ അറദ്നാ അൻ നുഹ്ലിക ഖറിയതൻ അമർനാ മുത്രഫിഹാ ഫഫസഖൂ ഫിഹാ ഫഹക്ക അലൈഹിൽ ഖൗൽ ഫദമ്മർനാഹാ തദ്മീറ എന്ന് പറയുന്നുണ്ട്. സമാനമായ സ്വഭാവത്തിലല്ല എങ്കിൽ പോലും ഒരു ജനത ധിക്കാരത്തിന്റെ ക്ലൈമാക്സിലെത്തുന്ന ഒരു ഘട്ടത്തിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഒരു പക്ഷേ നമുക്ക് സാധ്യമാകാത്തിടത്ത്, അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് നമുക്ക് സാധ്യമാകാത്തിടത്ത് അത്തരം ശാക്തിക സന്തുലനം ചരിത്രത്തിൽ പലപ്പോഴായിട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖുർആനിൽ റോമും പേർഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ ഒലിബത്തുർ റൂം, എന്തിനാണ് ഖുർആൻ റോമിനെ കുറിച്ച് പറയുന്നത്? എന്തിനാണ് ഒരു ദൈവിക ഗ്രന്ഥത്തിനകത്ത് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് റോമും പേർഷ്യയും തമ്മിലുള്ള ഒരു ഘട്ടത്തിൽ ഒലിബത്തുർ റൂം എന്ന് പറയുമ്പോൾ ഖുർആൻ അവതരിപ്പിക്കാൻ? അപ്പോൾ ഈ രാജ്യത്ത് ഈ സമൂഹത്തിനകത്ത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് നമ്മിലൂടെ അല്ലാതെയും അത്തരത്തിലുള്ള ഇടപെടലുകളുടെ ഒരുപാട് ഉദാഹരണങ്ങൾ ഖുർആനിൽ കണ്ടെത്താവുന്നതാണ്. ആ അർത്ഥത്തിൽ ഒരുപാട് പാഠം ഉൾക്കൊള്ളാവുന്ന ഒരുപാട് പഠിക്കാൻ ഉപകരിക്കുന്ന സ്വഭാവത്തിലൊരു ഫലമാണ് നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ഇതിനർത്ഥം വംശീയത ഈ രാജ്യത്തിലെ ഓരോ കല്ലിലും അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ഓരോ സന്ധികളിലും രാജ്യത്തിന്റെ സിരകളിലെല്ലാം ശക്തമായി മൂടറച്ച വംശീയത പൂർണ്ണമായും മാറിയെന്നോ അതുപോലെ തന്നെ ഒരു ഡീപ് സ്റ്റേറ്റ് ഇവിടെ ഇല്ല എന്നോ ഒന്നും നിരാകരിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട്. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ വംശീയ ഭരണകൂടം മാറിയാൽ പോലും നമുക്ക് കാര്യങ്ങൾ ഈ രാജ്യത്ത് ജനാധിപത്യപരമായി നിർവഹിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ഡീപ് സ്റ്റേറ്റ് ഇവിടെയുണ്ട്. അതെല്ലാം ഉണ്ട് എന്നുള്ളതോടൊപ്പം തന്നെ അതും മറികടക്കാവുന്നതാണ് എന്ന് കാലം നമ്മുടെ മുമ്പിൽ സാക്ഷ്യം വഹിക്കുന്ന ഒരുപാട് സംഭവങ്ങളുമുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നിന്ന് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം 2-3 കാര്യങ്ങളാണ് ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ശുഭപ്രതീക്ഷയോടുകൂടി ആദർശ സമൂഹം എന്ന നിലക്ക് മുന്നോട്ട് പോകുവാൻ ഇസ്ലാമിക സമൂഹത്തിന് സാധ്യമാകേണ്ടതാണ്. കാലം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരുപാട് ചരിത്രത്തിന്റെ തുടർച്ച നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും സാധ്യമാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയേണ്ടതാണ്. 2, ആത്മവിശ്വാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരു ജനതയുടെ ആത്മവിശ്വാസം ചോർന്നുപോയി കഴിഞ്ഞാൽ ആ ജനതയെ സംബന്ധിച്ചിടത്തോളം അതിജീവനം അസാധ്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഒരു ജനത എന്ന അർത്ഥത്തിൽ നമുക്ക് ബലമേകുന്ന, ആത്മവിശ്വാസത്തിന് ബലമേകുന്ന മാറ്റങ്ങളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗസയിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യഹത്യയിൽ, കൊച്ചു കുഞ്ഞുങ്ങളെ വധിച്ചുകൊണ്ടിരിക്കുന്ന വംശഹത്യയിൽ നമ്മുടെ മനസ്സ് പിടയുമ്പോഴും അത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അനുരണനങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിന് കുളിർമ പകരുന്നതാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇത് നമ്മുടെ രാജ്യത്തും ബാധകമാണ് എന്നുള്ളതാണ്. 3ാമത് ഞാൻ പറയുക,
ഈ മാറ്റം അതിൻ്റെതായ സ്വഭാവത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇസ്ലാമിക സമൂഹം എന്ന നിലക്ക് ഏതൊരു ജനതയുടെ ഭാഗത്തു നിന്നും സ്വന്തമായി ഇനീഷ്യേറ്റീവ് വളരെ പ്രധാനമാണ്. നാം നോക്കിയിരുന്നാൽ തീരുന്നതല്ല വംശീയത എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിം കമ്മ്യൂണിറ്റി, ഇപ്പൊ നമ്മൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മിൽ എത്ര പേർക്കാണ് ഈ രാജ്യത്തെ ജനജീവിതം ദുസ്സഹമാക്കുന്ന, ഇസ്ലാമിക ജീവിതം ദുസ്സഹമാക്കുന്ന, നമ്മുടെ ഒരുപാട് ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഒരു സാമൂഹിക അന്തരീക്ഷത്തെ അതിജീവിക്കുന്നതിനെ കുറിച്ച് നമ്മിൽ എത്ര പേരാണ് ചിന്തിക്കാറുള്ളത് എന്ന് ചോദിച്ചാൽ നമ്മൾ ചിന്തിക്കാറില്ല. പലപ്പോഴും നമ്മൾ സങ്കടപ്പെടും, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും അതിന് തിരിച്ചുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ആഹ്ലാദിക്കും. അങ്ങനെ സങ്കടപ്പെടുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ഒരു ജനതക്ക് നിലനിൽക്കുന്ന സമകാലിക സാഹചര്യത്തിലെ സംഭവങ്ങളിൽ നിന്ന് ആത്മവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനും ഇതിൻ്റെ ഗതിവേഗത വർദ്ധിപ്പിക്കാനും കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയുക, ഒരു മുസ്ലിം എന്ന അർത്ഥത്തിൽ നമുക്കൊക്കെ ഓരോ മിഷനുണ്ട്, നമുക്കൊക്കെ ഓരോ ദൗത്യമുണ്ട്. ആ ദൗത്യ നിർവഹണത്തിൽ ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കതിന് സാധ്യമായാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സാമൂഹ്യ സംവിധാനത്തിനകത്ത് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. നമ്മൾ ജീവിക്കുന്ന കേരളത്തിൽ പോലും ഇസ്ലാമോഫോബി എത്രമാത്രം ഭീകരമാണ് എന്ന് നിങ്ങൾക്കറിയാം. അതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ പോലും നമ്മൾ ഓരോരുത്തരും നമ്മിൽ അർപ്പിതമായ മിഷൻ എന്ത് എന്ന് നിർവഹിക്കണം. അങ്ങനെ നിർവഹിച്ചാൽ ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നിർവഹിച്ചാൽ ഗുണമുണ്ട് എന്ന് മാത്രമല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ സമൂഹത്തിനകത്ത് രൂപപ്പെടുത്തിയെടുക്കാൻ സാധ്യമാകുന്ന അന്തരീക്ഷം ജനഹൃദയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആത്മാർത്ഥമായും അതുപോലെ തന്നെ ആസൂത്രിതമായും നിർവഹിച്ചാൽ നമുക്ക് സാധ്യമാണ് എന്നതിൻ്റെ സൂചനകൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. പക്ഷേ അതിന് നമ്മുടെ നിലപാടുകൾ മാറേണ്ടതായിട്ട് വരും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അദ്ദേഹത്തിന്റെ ജനത പറയുന്നത് പോലെ നമ്മളും പറയാൻ തീരുമാനിച്ചാൽ അത് അസാധ്യമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ പറയുമ്പോൾ അവർ പറയുന്നുണ്ടല്ലോ, ഖാലു യാ മൂസ ഇന്നാ ലൻ നദ്ഖുലഹ അബദൻ മാ ദാമു ഫിഹ, ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ട് പ്രവേശിക്കുകയില്ല, കാരണം അവിടെ ധിക്കാരികളായ ഒരു ജനതയുണ്ട്. അപ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഭൂമി നിങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്നുണ്ട്. ആ ഘട്ടത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത പറയുന്നത്, ഫദ്ഹബ് അൻത വ റബ്ബക ഫഖാതില ഇന്നാ ഹാഹുനാ ഖായിദു, നീയും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്യ്, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം എന്ന ഒരു മനോഭാവമാണ് ബനു ഇസ്രായേൽ സമൂഹം സ്വീകരിച്ചത്. അതാണ് ആ ജനതയുടെ പതിതാവസ്ഥക്ക് കാരണമെന്ന് വിശുദ്ധ ഖുർആൻ തുടർന്നുള്ള ആയത്തുകളിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം കാഴ്ചക്കാരാകുന്ന ഒരു ഉമ്മത്തിന് ഈ കാലഘട്ടത്തെ അഭിമുഖീകരിക്കാൻ കഴിയില്ല. നോക്കുകുത്തിയായി മാറുന്ന ഒരു ഉമ്മത്തിന് ഈ കാലഘട്ടത്തെ അഭിമുഖീകരിക്കാൻ കഴിയില്ല. മറിച്ച് ആദർശബോധമുള്ള ഒരു ഉമ്മത്തിന്, ആത്മവിശ്വാസമുള്ള ഒരു ഉമ്മത്തിന് സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് വരെ പലതും പഠിക്കാനും പലതും നേടാനും അതുപോലെ തന്നെ ജീവിതത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നിടത്ത് സുപ്രധാനമായ ചുവടുകൾ വെക്കാനുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ സാമൂഹിക വിഭാഗങ്ങളുമായി എൻഗേജ് ചെയ്യാൻ ഇസ്ലാമിക സമൂഹം സന്നദ്ധമാകണം. സങ്കടപ്പെടാനല്ല, ഭീരുക്കളാകാനല്ല, ഭയപ്പെടാനല്ല. അതുപോലെ തന്നെ നമ്മൾ അതിനപ്പുറത്ത് നിന്നുകൊണ്ട് ഇതിനെയെല്ലാം മറികടക്കുന്ന സ്വഭാവത്തിൽ നമ്മുടെ ചുറ്റുമുള്ള വ്യത്യസ്തമായ വൈവിധ്യങ്ങളോട് ആശയാടിത്തറകളിൽ നിന്നുകൊണ്ട് തന്നെ എൻഗേജ് ചെയ്യാൻ നമുക്ക് കഴിയണം, ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഒരു വലിയ പ്രൊജക്റ്റാണ്. നമ്മുടെ നാട്ടിൽ അത് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്തത് എന്ന് ഏറ്റവും അവസാനത്തെ ഇലക്ഷൻ വരെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരകളാരാണ്? ഈ മുസ്ലിം സമുദായമാണ്. മുസ്ലിം പേര് വന്നാൽ പ്രശ്നമാണ്, മുസ്ലിം അംഗം കൂടിയാൽ പ്രശ്നമാണ്, മുസ്ലിം സംസാരിച്ചാൽ പ്രശ്നമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇസ്ലാമോഫോബിയ നമ്മുടെ സമൂഹത്തിനകത്ത് ഇസ്ലാം വെറുപ്പും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ പഴയ സുഹൃത്തുക്കളും എൻ്റെ പഴയ അയൽവാസികളും എൻ്റെ പഴയ LP സ്കൂളിലെ ഗ്രൂപ്പും ഞാൻ പരിശോധിച്ചാൽ അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്തുകൊണ്ടാണത് എന്ന് ചോദിച്ചാൽ, അവർക്കറിയാത്ത ഒരു ഇസ്ലാമിനെ, അവർക്കന്യം നിൽക്കുന്ന ഒരു ഇസ്ലാമിനെ അതിനേക്കാൾ ഭീകരമായ ഒരു സ്വഭാവത്തിൽ ചിത്രീകരിക്കുന്നിടത്ത് ഇസ്ലാമോഫോബിയ പ്രൊജക്റ്റ് വിജയിച്ചു എന്നുള്ളതാണ്. അതിനെ മറികടക്കുന്ന സ്വഭാവത്തിൽ, അവരുടെ അറിവില്ലായ്മയെ ഇല്ലാതാക്കുന്ന സ്വഭാവത്തിൽ, ആ വെറുപ്പിനെ അകറ്റുന്ന സ്വഭാവത്തിലുള്ള സാമൂഹ്യ ഇടപെടലുകൾ ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതാണ്. മുസ്ലിം സമൂഹം തിങ്ങി താമസിക്കുന്ന സാമൂഹ്യ ക്രമത്തിനകത്ത്, ഗ്രാമങ്ങൾക്കകത്ത്, അവരിടപഴകുന്ന അവരുടെ സംവിധാനങ്ങൾക്കകത്ത്
എന്താണ് ഇസ്ലാം എന്ന് ശരിയാമിധം മനസ്സിലാക്കുവാനും ഇസ്ലാം വിരുദ്ധ പൊതുബോധത്തെ മാറ്റിയെടുക്കുവാനുമുള്ള സംഘടിതമായ ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതാണ്. നിസ്സംഗമായ ഒരു ജനതയ്ക്ക് ചരിത്രത്തിൽ ഒന്നും നിർവഹിക്കാൻ കഴിയില്ല. ബനൂ ഇസ്രായേൽ സമൂഹത്തെക്കുറിച്ച് തന്നെ വിശുദ്ധ ഖുർആൻ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ടല്ലോ, കാനൂല യതനാഹൗന അൻ മുൻകരിൻ ഫഅലുഹു, അവർക്കിടയിൽ ഉണ്ടായിരുന്ന തിന്മകളെ അവർ തന്നെ എതിർക്കാറുണ്ടായിരുന്നില്ല എന്ന. നമ്മൾ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഇത് തുടങ്ങുകയാണ്, ഇത് വളരുകയാണ്, ഇത് ശക്തിപ്പെടുകയാണ്. ഒരു ഭാഗത്ത് ഇതിന് ക്ഷീണം തട്ടുമ്പോൾ ഏതാണ്ട് 3-3.5% കേരളത്തിന്റെ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഈ പറയുന്ന വംശീയ ശക്തികൾക്കുണ്ടായ വർധനവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനർത്ഥം ഒരു ജനതയുടെ ഹൃദയങ്ങൾക്കകത്തേക്ക് ഈ വംശീയമായ ഏറ്റവും മലീമസമായ വെറുപ്പിന്റെ രാഷ്ട്രീയം കടന്നു ചെല്ലുന്നു എന്നുള്ളത് തന്നെയാണ്. ആ ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ അപരന്മാർക്ക് അനുവാദം കൊടുക്കാത്ത സ്വഭാവത്തോടു കൂടിയുള്ള സാമൂഹ്യ ഇടപെടലുകൾ ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ നമുക്ക് ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ നമ്മളെല്ലാം പെട്ടെന്ന് തീർക്കണമെന്നുള്ള അഭിപ്രായക്കാരാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 100 കൊല്ലത്തെ അധ്വാനത്തിന്റെ ഫലമാണ് വംശീയ ശക്തികൾ കൊയ്ത്ത് നടത്താൻ ആഗ്രഹിച്ചത് എന്നുള്ളതാണ്. നമുക്കൊരു 10 കൊല്ലത്തെ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ മുമ്പിൽ 10 കൊല്ലത്തെ പ്ലാൻ ഇല്ല. ഞാൻ പറയുക, ദീർഘകാലാടിസ്ഥാനത്തിൽ സഹനത്തോടുകൂടി ഒരു ജനത അവരിൽ അർപ്പിതമായ മിഷൻ നിർവഹിച്ചുകൊണ്ട് മാറ്റത്തിന് വേണ്ടി യത്നിക്കാൻ അവർ സന്നദ്ധമാകണം എന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഖുത്ബ അവസാനിപ്പിക്കുന്നത്. ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅത്തമ്മഹുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചോ, വ്യത്യസ്തമായ സ്വഭാവത്തിലുള്ള പരീക്ഷണം നൽകി, അതിനെയെല്ലാം അദ്ദേഹം പൂർത്തീകരിച്ചു. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ ഖാല വമിൻ സുരിയതി ഖാല ലാ യനാലു അഖദിൽ ളാലിമീൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇമാമാകുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖലീലുള്ളയാകുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഉമ്മത്താകുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഉമ്മത്തിന്റെ ദറജയിലേക്ക്, ഒരു ഖലീലുള്ള എന്ന് പറയുന്ന ദറജയിലേക്ക്, അതുപോലെ തന്നെ ഒരു ജനതയുടെ ഇമാം എന്ന ഒരു ദറജയിലേക്ക് ഇങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പരീക്ഷണ കാലഘട്ടത്തെ സഹനത്തോടു കൂടി തരണം ചെയ്തതിന്റെ കൂടി ഫലമാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പരീക്ഷണം എന്ന് ചോദിച്ചാൽ, ലോകത്ത് അതിനെക്കുറിച്ച് മുഫസ്സിറുകൾ പറയുന്നത്, ലോകത്ത് മനുഷ്യർ എന്തിനെയെല്ലാം സ്നേഹിക്കുന്നുണ്ടോ, ഒരാൾ എന്തിനെയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ ആ സ്നേഹിക്കുന്നതെല്ലാം ത്യജിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരീക്ഷണം. ലോകത്തൊരാൾ എന്തിനെയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ ആ സ്നേഹിക്കുന്നതെല്ലാം ത്യജിക്കേണ്ടി വന്നു. ലോകത്തൊരാൾ എന്തിനെയൊക്കെ ഭയപ്പെടുന്നുണ്ടോ ആ അവസ്ഥകളെയെല്ലാം വരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുഭവിച്ച ഏറ്റവും വലിയ പരീക്ഷണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഇബ്രാഹിം നബിയെ പിതാവിനെ വിടേണ്ടി വന്നു, നാടിനെ വിടേണ്ടി വന്നു, കുടുംബത്തെ വിടേണ്ടി വന്നു, അഗ്നികുണ്ഡത്തെ നേരിടേണ്ടി വന്നു, സിറ്റിസൺഷിപ്പ് റദ്ദ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തെ ഇറാഖിലെ ഊർ എന്ന പട്ടണത്തിൽ അദ്ദേഹം ജനിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പൗരത്വം നിരാകരിച്ച് അദ്ദേഹത്തെ നാട് കടത്തുകയാണ്. മരുഭൂമിയിലൂടെ പതിറ്റാണ്ടുകളോളം അദ്ദേഹത്തിന് അലയേണ്ടി വന്നു. 100 വയസ്സായിട്ടും അദ്ദേഹം റബ്ബിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, നാഥ എനിക്കൊരു കുഞ്ഞിനെ തരണേ. എന്തിനാണ് എനിക്ക് കുഞ്ഞിനെ? ഈ ദർശനത്തിന്റെ, ഈ ആശയത്തിന്റെ പിന്തുടർച്ചക്കാരനെ തരണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള നിരന്തരമായ അരച്ചിന് ശേഷമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ജനതയുടെ ഇമാമാകുന്നത്, ഒരു ജനതക്കകത്ത് ഉമ്മത്താകുന്നത്, അള്ളാഹുവിന്റെ ഖലീലാകുന്നത്, ലോക മുസ്ലിങ്ങളുടെ കേന്ദ്രമായ വിശുദ്ധ ഭവനം വളരുന്നത്, അതുപോലെ തന്നെ ലോകത്തിന്റെ ദിശ അങ്ങോട്ട് തിരിയുന്നത്. ആ വലിയ മാറ്റത്തിന്റെ പ്രക്രിയയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാത്തിരിപ്പിന്റെ കാലം കൂടി ഇസ്ലാമിക സമൂഹം പഠിക്കണം എന്നാണ് ഞാൻ പറയുക. അപ്പോൾ വളരെ പെട്ടെന്നല്ല, കാലങ്ങൾ കൊണ്ടാണ് ജാഹിലിയത്ത് ശക്തിപ്പെടുന്നത്, കാലങ്ങൾ കൊണ്ടാണ് ജാഹിലിയത്ത് മേൽക്കോയ്മ നേടുന്നത്. ഒരു പതിറ്റാണ്ടിന്റെ പോലും പ്ലാൻ ഇല്ലാതെയല്ല, മറിച്ച് വ്യക്തിതലത്തിലും കുടുംബതലത്തിലും സാമൂഹ്യ തലത്തിലും താൻ ജീവിക്കുന്ന സമൂഹത്തിനകത്ത് തന്നിലർപ്പിതമായ ദൗത്യം എന്താണോ, ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുക എന്ന സുന്ദരമായ ദൗത്യത്തെ പ്രതിനിധീകരിക്കുവാനും വംശീയത വളർത്തുന്ന ഇസ്ലാമോഫോബിക്കായ അന്തരീക്ഷത്തെ മറികടക്കാനുമുള്ള അത്യുത്സാഹത്തോടു കൂടിയുള്ള പ്രവർത്തനം വ്യക്തി എന്ന തലത്തിലും സമൂഹം എന്ന തലത്തിലും സംഘടന എന്ന തലത്തിലും, സമുദായത്തിലെ സംഘടനകൾ പരസ്പരം തോൽപ്പിക്കാതെ, സമുദായത്തിലെ
സംഘടനകൾ യഥാർത്ഥത്തിൽ മറുവശത്ത് മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടേണ്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് പ്രവർത്തനം നടത്തി അവസാനം രാത്രി തൻ്റെ അനുചരന്മാരുമായി മൂസാ നബിയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിടാൻ പറയുന്നുണ്ട്. വിട്ടുകളഞ്ഞോളോ, നിങ്ങൾ നാട് വിട്ടോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നാട് വിട്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ സൈന്യവും മുന്നിൽ ചെങ്കടലും വരുമ്പോ വിശുദ്ധ ഖുർആൻ എന്ന് പറയും, ഫലമ്മാ തറാൽ ജമ്മാനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റഖൂൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഇതാ ഇവിടെ എത്തിയിരിക്കും, നമ്മൾ പിടികൂടപ്പെടാൻ പോവുകയാണെന്ന് പറയുമ്പോൾ മൂസാ നബി പറയുന്നുണ്ട്, അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഖാല കല്ല ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. ഖാല കല്ല ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. വേണ്ട, അല്ല, ഒരിക്കലുമല്ല, തീർച്ചയായിട്ടും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി തെളിയിച്ചു തരും എന്നുള്ള ആത്മവിശ്വാസത്തിന്റെ ബലത്തിലാണ് യഥാർത്ഥത്തിൽ ഒരു ഉമ്മത്ത് ജീവിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നത്, മാറ്റം എവിടെയും ദൃശ്യമാകും. പക്ഷെ ആ മാറ്റത്തിന്റെ ചാലക ശക്തികളായി മാറാൻ, ആ മാറ്റത്തിന്റെ ദിശ നിർണയിക്കുന്ന നേതൃ സ്വഭാവമുള്ള സമുദായമായി മാറാൻ ഇസ്ലാമിക സമൂഹത്തിന് സാധിച്ചാൽ ആ മാറ്റം ഇസ്ലാമിനും ഇസ്ലാമിക സമൂഹത്തിനും അനുഗുണമായ സ്വഭാവത്തിൽ മാറും എന്നുള്ളതാണ്. ഒരേകാധിപതിക്കും അള്ളാഹു അനശ്വരമായി അല്ലെങ്കിൽ കാലാകാലം നിലനിൽക്കാനുള്ള അവസരം ചരിത്രത്തിൽ നൽകിയിട്ടില്ല. ഫറോവയ്ക്കില്ലാത്ത, നമ്രൂദിനില്ലാത്ത, അബൂജഹലിനില്ലാത്ത, ഹിറ്റ്ലർക്കില്ലാത്ത, മെസോളിനിക്കില്ലാത്ത ഒരായുസ് ഈ കാലഘട്ടത്തിലും ഒരു ശക്തിയും അള്ളാഹു നൽകിയില്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് എന്ന ഒരു മനോഭാവത്തിൽ നിന്നല്ല മാറ്റമുണ്ടാവുക, മറിച്ച് അതിനപ്പുറത്ത് ഓരോരുത്തരും അവരുടെ വിശ്വാസി എന്ന അർത്ഥത്തിലും മുസ്ലിം എന്ന അർത്ഥത്തിലുമുള്ള ധർമ്മം നിർവഹിക്കുന്നിടത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുവോ അവിടെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഈ ഇരുട്ട് മാറും, പ്രഭാതം വിടരും, അത് അള്ളാഹുവിൻ്റെ സുന്നത്താണ്. അതിന് കാലം സാക്ഷിയാൻ ചെങ്കടൽ താണ്ടിക്കടന്ന, അതുപോലെ തന്നെ അഗ്നികുണ്ഡത്തെ അതിജീവിച്ച ഒരുപാട് വലിയ ചരിത്രവും പാരമ്പര്യവുമുള്ള ഒരു ഉമ്മത്തിന്റെ പൈതൃകമാണ് നമുക്കുള്ളത്. ആ പൈതൃകവും ആ പാരമ്പര്യവും മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ നിർണയിക്കുവാനും ജീവിതത്തിന്റെ ദിശ തീരുമാനിക്കുവാനും അവിടെ നമുക്ക് നമ്മെ അടയാളപ്പെടുത്താനും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോഴുണ്ടാകുന്ന സംഭവവികാസങ്ങൾ ഇസ്ലാമിനും മുസ്ലിം സമൂഹത്തിനും അനുഗുണമായ സ്വഭാവത്തിൽ നമുക്കതിൻ്റെ ദിശ നിർണയിക്കുന്നിടത്ത് ഇടപെടാൻ കഴിയും. അതുമാത്രമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സമകാലിക സമൂഹത്തിനകത്ത് ഒരു ഉമ്മത്ത് എന്ന അർത്ഥത്തിൽ, വംശീയതയുടെ വിക്ടിംസിൽ പ്രയോറിറ്റിയിൽ നമ്പർ 1 എന്ന അർത്ഥത്തിൽ ടാർഗറ്റ് ചെയ്യപ്പെട്ട ഒരു ഉമ്മത്ത് എന്ന അർത്ഥത്തിൽ രചനാത്മകവും അതുപോലെ തന്നെ ക്രിയാത്മകവുമായ ഇത്തരം വഴികളെക്കുറിച്ചുള്ള ആലോചനകളും അന്വേഷണങ്ങളും വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നടത്തുക എന്നുള്ളതാണ് ഈ കാലം നമ്മോട് താല്പര്യപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.